ലുലു ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഒരു ഭാഗം തകർന്ന ഉമ്മർകുട്ടിയുടെ അവസ്ഥ. ക്ലേ എന്ന സിനിമയെക്കുറിച്ചുള്ള റിപ്പോർട്ട്. മരുഭൂമിയിൽ മഴ പെയ്തപ്പോൾ ഗൾഫിലെ പെരുമഴക്കാലം. ഗൾഫ് പ്രവാസ ലോകത്തിലെ അറിയുന്ന അത്ഭുതങ്ങളുടെ ലോകത്തിലേക്ക് പോകുമ്പോൾ തന്നെ അറിയാതെ പോകുന്ന ജീവിതങ്ങളെക്കുറിച്ച് നാം അറിയേണ്ടതുണ്ട്. അത്ഭുത കാഴ്ചകളിലെ വർണ്ണാഭമായ അന്തരീക്ഷമല്ല, സാധാരണയിൽ സാധാരണമായ ജീവിത സംബന്ധിയായ തൊട്ടറിവുകളാണ് നമുക്ക് ഏറെ ഹൃദയഭേദകമാവുന്നത്. ഇതാ ഇങ്ങനെയൊക്കെ കുറെ പേർ നമുക്കിടയിൽ ജീവിക്കുന്നുവെന്ന അറിവ് അതൊരു അറിവ് തന്നെയാണ്. അത്തരമൊരു ജീവിത കഥയിലേക്ക്. മായാലോകത്തേക്കല്ല, ജീവിക്കുന്ന മനുഷ്യരുടെ വേദനകളിലേക്കാണ് നമ്മൾ ഗൾഫ് ഫോക്കസ് എത്തിച്ചേരുന്നത്. ഇതാണ് ഗൾഫ് ഫോക്കസിന്റെ കാഴ്ചപ്പാട്. സ്വസ്ഥമായ ജീവിതം, അത് നഷ്ടപ്പെടുന്നവരുടെ കണ്ണീർ തുള്ളികൾ. ഈ കണ്ണീരുകളിൽ ഓരോന്നിലും സ്പന്ദിക്കുന്ന മനുഷ്യരുടെ ഹൃദയ തുടിപ്പുകൾ വായിച്ചെടുക്കാനാവും. എന്തുകൊണ്ടാണെന്നറിയില്ല, ചിലർക്ക് അങ്ങനെയൊക്കെയാണ് അനുഭവപ്പെടുന്നത്. പ്രവാസ ലോകത്തേക്ക് വിമാനം കയറുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പാലക്കാട് ലക്കിടി അകലൂർ സ്വദേശി ഉമ്മർകുട്ടിക്ക്. ചില കടങ്ങൾ വീട്ടണം, പണി തീരാത്ത ജീവിത മോഹങ്ങൾ പൂർത്തിയാക്കണം, പിന്നെ എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കണം. ഇതിനപ്പുറം മറ്റൊരു വലിയ മോഹങ്ങളൊന്നും ഉമ്മർകുട്ടിക്ക് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ഉമ്മർകുട്ടിയുടെ അവസ്ഥ നോക്കുക. മിണ്ടാനും അനങ്ങാനും കഴിയാതെ മേലോട്ട് കണ്ണുയർത്തി ഒരേ കിടപ്പിലാണ് കഴിഞ്ഞ ജനുവരി 30 തൊട്ട്. ഉമ്മർകുട്ടി നേരത്തെ ഇവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ സാമ്പത്തിക പ്രശ്നമൊക്കെ വന്നപ്പോൾ അങ്ങനെ സൗദിയിലേക്ക് പോയി. സൗദിയിൽ ഒരു 7 വർഷം ജോലി ചെയ്തിട്ട് പിന്നെ വീണ്ടും ഇവിടെ വന്നു. ഉദ്ദേശങ്ങളൊന്നും ശരിയാവാത്ത കാരണമാണ് വീണ്ടും ഖത്തറിലേക്ക് പോയത്. ഖത്തറിൽ 1.5 വർഷം ജോലി ചെയ്ത് അവിടുന്ന് പിന്നെ തിരിച്ചു വന്നു. വീണ്ടും ഇവിടെ കുറച്ച് മാസങ്ങൾ കടന്ന് ജോലി ചെയ്തിട്ട് വീണ്ടും ദുബൈയിലേക്ക് പോയി. ദുബൈയിലെത്തി അവിടുന്ന് ഒരു 4 വർഷം ഒരു കമ്പനിയിൽ ജോലി ചെയ്തു. അപ്പോൾ കമ്പനിയുമായിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ ശമ്പളത്തിൻ്റെയും ആനുകൂല്യങ്ങളൊക്കെ പ്രശ്നം കാരണം വീണ്ടും തിരിച്ചു വന്നു. ഇവിടെ 8 മാസം നിന്നിട്ട് ഇപ്പോൾ പുതിയ വിസയ്ക്ക് പോയിട്ട് 8 മാസമായി. അതിനുശേഷമാണ് ഇപ്പോൾ വീടിൻ്റെ പണി, കിണർ കുത്താനുള്ളൊക്കെ തയ്യാറെടുപ്പിൽ കിണർ കുത്താൻ വെള്ളം കാണിക്കാനുള്ള അടയാളമൊക്കെ വെച്ചു. അതൊക്കെ ഏർപ്പാടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടായത്. എന്നാൽ വിധി 47-കാരനായ ഉമ്മർകുട്ടിയുടെ ജീവിത സ്വപ്നങ്ങളെ പാടെ തകർത്തു കളഞ്ഞു. ഒരു ഗൾഫ് പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം അത് തകർന്നു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത നിലയാണ് ഉണ്ടാവുക. ആരും സഹായിക്കാനുണ്ടാവില്ല. ഇവിടെ വാടക ഫ്ലാറ്റിൽ ദരിദ്രമായ അവസ്ഥയിൽ കഴിയാനോ ആശുപത്രിയിൽ ചികിത്സിക്കാനും കൂട്ടുനിൽക്കാനോ ഒന്നും ആരുമില്ലാത്ത അവസ്ഥയിൽ എന്തു ചെയ്യണമെന്നറിയാതെ നിസ്സഹായത, അതാണ് ഒരു ഗൾഫ് പ്രവാസിയുടെ ആരോഗ്യനില തകർന്നാലുണ്ടാകുന്ന അവസ്ഥ. ജീവിതത്തിന്റെ അസ്ഥിവാരം തന്നെ തകർന്നടിഞ്ഞു. ആശുപത്രിയിലെ ഈ വലിയ ശസ്ത്രക്രിയയ്ക്ക് ശേഷവും പൂർവ്വസ്ഥിതിയിലേക്ക് ഉമ്മർകുട്ടി വരുമോ എന്നതാണ് പ്രശ്നം. $3.25 ലക്ഷം രൂപ ഏകദേശം കടമുണ്ട് ബാങ്ക്. അതിൽ ഭൂരിഭാഗം 2,90,000 രൂപ ബാങ്ക് കടമാണ്. അപ്പം അത് വീട്ടണം. പിന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം, മൂത്താൾ 8ലെ പഠിക്കുന്നത്, വിവാഹം കഴിഞ്ഞിട്ട് 8 വർഷം കഴിഞ്ഞിട്ടാണ് കുട്ടികളുണ്ടാകുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസം അതുപോലെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനും ഈ വീടിൻ്റെ ഒരു പൂർത്തീകരണം ഒരു കയറി താമസിക്കാൻ പറ്റിയ രൂപത്തിലെങ്കിലും ആക്കി കിട്ടാന്നുള്ള ഉദ്ദേശമാണ് പോകുമ്പോൾ ഉണ്ടായിരുന്നത്. അപ്പം എൻ്റെ അവസ്ഥയിൽ ഇപ്പോൾ തിരിച്ചു വന്നിട്ട് ജ്യേഷ്ഠൻ്റെ വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഇതൊരു അപകടത്തിൽ നിന്നുണ്ടായതല്ല. ജോലി സ്ഥലത്ത് വെച്ച് ശരീരത്തിന്റെ വലതുവശം പൂർണ്ണമായും തളരുകയായിരുന്നു. ഉടനെ തന്നെ ഷാർജയിലെ കുവൈറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ നിന്ന് അന്ന് തന്നെ അൽ ഖാസ്മി ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. തലയിൽ ശസ്ത്രക്രിയ നടന്നു. തലയോട്ടി എടുത്തു മാറ്റിയുള്ള ശസ്ത്രക്രിയയായിരുന്നത്. വളരെ ശ്രമകരമായ ശസ്ത്രക്രിയ. ബന്ധുക്കളിൽ ചിലർ ഇവിടെയുണ്ട്, പക്ഷേ എല്ലാവരും സാധാരണ തൊഴിലാളികളാണ്. ആർക്കും ഉമ്മർകുട്ടിയെ ശുശ്രൂഷിക്കാൻ എല്ലാ സമയം നിൽക്കാൻ കഴിയാത്ത അവസ്ഥ.
ഉറ്റബന്ധുക്കൾ നിസ്സഹായാവസ്ഥയിലായപ്പോൾ ഉമ്മർകുട്ടിയുടെ സഹോദരിയുടെ മകനെ സന്ദർശക വിസയിൽ കൊണ്ടുവന്നു. അതും എത്ര നാൾ. പിന്നെ സെറിബ്രൽ ഹെമറേജ് വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത്. ഒരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഒരു പരിചയക്കാരനാണ്. അങ്ങനെ എന്നോട് വരികയും പിന്നെ ആരും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് പിന്നെ ഈ നോക്കാനും ഒന്നും ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവർക്കും എപ്പോഴും പറ്റാത്തത് കാരണം അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ മകനെ നാട്ടിൽ നിന്ന് വിസിറ്റിങ്ങിന് കൊണ്ടുവന്നു. ഇത് ഗൾഫ് പ്രവാസിയുടെ ഏറ്റവും വലിയ ദുരിതാവസ്ഥയാണ്. ഗുരുതരമായ അസുഖം തൻ്റെ ഉറ്റ ബന്ധുവിന് വന്നാൽ അയാളെ ചികിത്സിക്കാൻ കൊണ്ടുപോകാം. പക്ഷേ രോഗിയുടെ കൂടെ ആവശ്യമായ ശുശ്രൂഷക്ക് ഉറ്റ ബന്ധുക്കൾ ആരുമില്ലാത്ത അവസ്ഥ, ഒരുതരം അനാഥത്വം തന്നെ. അങ്ങനെ കൂട്ടുനിൽക്കാൻ ആർക്ക് എങ്ങനെ കഴിയും? എല്ലാവർക്കും ഡ്യൂട്ടിയാണ്. ഡ്യൂട്ടി സമയത്ത് കൃത്യമായി എത്തുകയും അവനവൻ്റെ അപ്പത്തിന് വേണ്ടി കർമ്മം ചെയ്യുകയും വേണം. അദ്ദേഹം ജീവിച്ചിരിപ്പേ കുടുംബം അനാഥമാവുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. 4 ലക്ഷത്തോളം കടബാധിതനാണ്. അത് വീട്ടാനായിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് അദ്ദേഹം. നാട്ടിൽ ഇനിയും ഒരു മേജർ ശസ്ത്രക്രിയ ആവശ്യവുമാണ്. അത് കഴിഞ്ഞാൽ മാസങ്ങളോളമല്ല വർഷങ്ങളോളം, 3 വർഷത്തോളം വിശ്രമിക്കേണ്ടി വരും. ഇതൊക്കെ താങ്ങാൻ കഴിയുന്ന സാമ്പത്തിക അവസ്ഥ ഉമ്മർകുട്ടിയുടെ കുടുംബത്തിനില്ല. ഉമ്മർകുട്ടിയുടെ കുടുംബത്തിന്റെ കാര്യം അതിലും കഷ്ടമാണ്. ഭാര്യയും പറക്കമുറ്റാത്ത 3 കുട്ടികളും. ഇവരുടെയൊക്കെ ഏക ആശ്രയം ഉമ്മർകുട്ടിയാണ്. ചികിത്സാ ചെലവ് തന്നെ ലക്ഷങ്ങൾ ഇനി വേണ്ടിവരും. ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് സംസാരശേഷി തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ 3 വർഷത്തെ നിരന്തരമായിട്ടുള്ള ചികിത്സ വേണമെന്നുള്ളതാണ്. അതുപോലെ തന്നെ വലത് കാലും വലത് കൈയും തീരെ ശരിയായിട്ടില്ല. അപ്പോൾ അതിൻ്റെ തിരിച്ചു കിട്ടലൊക്കെ പോലെ 3 വർഷത്തെ നിരന്തരമായ ഫിസിയോതെറാപ്പി, സ്പീച്ചോതെറാപ്പി ഒക്കെ വേണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളത് ഇവിടെ വന്നിട്ട് ഒരാഴ്ച 2 ആഴ്ച കിടന്നിട്ട് നല്ലൊരു ഫിസിയോതെറാപ്പി അന്വേഷിച്ച് അവരുടെ കീഴിൽ നല്ല ചികിത്സ കൊടുത്താലാണ് ഒരു 3 വർഷത്തിൻ്റെ ഉള്ളിലെങ്കിലും സംസാരശേഷി തിരിച്ചു കിട്ടുന്നുള്ള പ്രതീക്ഷ അവർ പറഞ്ഞിട്ടുള്ളത്. ഉമ്മർകുട്ടിയുടെ പണിതീരാത്ത സ്വപ്നം, സ്വന്തം വീട് എന്ന സ്വപ്നം, പാതി വഴിയിൽ മുടങ്ങിയ ആ പൂർത്തീകരിക്കാത്ത ജീവിത സ്വപ്നം, ഇനി എപ്പോഴാണ് അത് യാഥാർത്ഥ്യമാവുക? അബോധാവസ്ഥയിൽ ഒന്നും പറയാതെ കിടക്കുന്ന ഉമ്മർകുട്ടി. തങ്ങൾക്ക് മറ്റൊന്നും വേണ്ട. ഉമ്മർകുട്ടിയെ ചലന ജീവിതത്തിലേക്ക് ആരോഗ്യത്തോടെ തിരിച്ചു വന്നാൽ മതി എന്ന് മാത്രമാണ് ഉറ്റ ബന്ധുക്കളുടെ ഏക ആഗ്രഹം. ഇതാണ് വർഷങ്ങളായി ഗൾഫ് രാജ്യങ്ങളിൽ തൊഴിൽ ചെയ്ത ശേഷം പണി പൂർത്തിയാക്കാത്ത സ്വപ്ന വീട്. ഈ കുടുംബം ഉറങ്ങിയിട്ട് കുറെ നാളുകളായി. തങ്ങളുടെ കുടുംബനാഥനെ ഓർത്ത് ഉമ്മർകുട്ടിയുടെ അടുത്ത ബന്ധുവിന്റെ വാക്കുകൾ. പിന്നെ ഗൾഫിൽ മാത്രമാണ് പത്രത്തിലൊരു വാർത്ത നിലക്ക് കൊടുത്തിട്ടുള്ളത്. നേരത്തെ ഈ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം, അത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം, ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്യുന്നതിന് അന്നും പത്രവാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഉള്ള വായനക്കാരും പിന്നെ ഇനി നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കാഴ്ചക്കാരുമാണ് ഈ ഒരു വിഷയത്തിൽ ഒരു നല്ലൊരു പൂർത്തീകരണം ഉണ്ടാവേണ്ടത്. അതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. 5 സെന്റ് സ്ഥലവും അതിൽ പകുതി പോലും പണി തീരാത്ത വീടും 4 ലക്ഷത്തിന്റെ കടവും പ്രവാസ ജീവിതത്തിലെ ആകെയുള്ള സമ്പാദ്യമാണിത്. ഉമ്മർകുട്ടിയുടെ ശബ്ദമെങ്കിലും ഒന്ന് കേൾക്കണം. അതാണ് ഇപ്പോൾ ഭാര്യയ്ക്കും മക്കൾക്കും ആവശ്യം. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു, സെറിബ്രൽ ഹെമറേജ് വന്നു തന്നെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു, സർജറി തലക്ക്. വീണ്ടും ഒരു ഓപ്പറേഷൻ കൂടി ചെയ്യാനുണ്ട്. പിന്നെ അദ്ദേഹം 1 വർഷത്തോളമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഒരു സാധാരണ തൊഴിലാളിയാണ്. ഒരു നാട്ടിൽ വീട് പണിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു 4 ലക്ഷത്തിലധികം കടബാധിതനാണ് അദ്ദേഹം. 3 മക്കളാണ് അദ്ദേഹത്തിനുള്ളത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഇതാണ്. അപ്പോൾ ആ കടം വീട്ടണം, അദ്ദേഹത്തെ ചികിത്സിക്കണം. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ പ്രവാസ ജീവിതത്തിൽ ഇങ്ങനെ പലരും രോഗികളായും അശരണരായും കഴിയുന്നുണ്ട്. അവരിലേക്ക് ഒന്ന് കയറി ചെല്ലുമ്പോൾ നമുക്ക് ജീവിതത്തിൽ നന്മയുടെ വെളിച്ചമാണ് ലഭിക്കുന്നത്. സ്വന്തം സന്തോഷങ്ങളും ആഹ്ലാദങ്ങളും മാത്രമല്ല, സഹതാപം അറിയിക്കുന്ന ഇത്തരം ജീവിതങ്ങളെ തൊട്ടറിയുകയും ചേർന്നതാണ് ജീവിതം എന്നതും നാം തിരിച്ചറിയേണ്ടതുണ്ട്. മോഹങ്ങൾ പലപ്പോഴും അങ്ങനെയാണ്, പൂർത്തിയാകാതെ അപൂർണമായി തന്നെ തുടരും. ചിലപ്പോൾ മോഹങ്ങൾ തീരെ പൂർണ്ണമാവണമെന്നില്ല. ഉമ്മർകുട്ടിയുടെ ജീവിത സ്വപ്നം, ജീവിതം അതെങ്ങനെയാണ്? പാഴാക്കരുത് പ്രവാസം എന്ന് പറഞ്ഞിട്ടൊരു ക്യാമ്പയിനൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. കൂടുതൽ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ കൂടുതൽ കൂട്ടുകാരെ ഇത്തരം മേഖലയിലേക്ക്, സേവനത്തിൻ്റെ മേഖലയിലേക്ക് കൊണ്ടുവരിക എന്നാണ് നമ്മുടെ ഉദ്ദേശം. അതിലൂടെ കുറേ ആളുകൾക്ക് സഹായം എത്തിക്കാൻ കഴിയും. നിങ്ങളെപ്പോലുള്ള TV അല്ലെങ്കിൽ പിന്നെ മീഡിയകൾ
ഇത്തരം സഹായിക്കാൻ താല്പര്യമുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരിലേക്ക് വാർത്ത എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെയാണെങ്കിൽ അവർക്ക് സഹായിച്ചു പോകാൻ കഴിയും. പ്രവാസികൾക്കിടയിൽ നിന്നും ഹ്രസ്വചിത്രങ്ങളും ഡോക്യുമെന്ററികളും സൃഷ്ടിക്കപ്പെടുമ്പോൾ അത് കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളുടെ പ്രത്യേകതകൾ കൊണ്ടാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. കേവലമായ ഒരു ഹ്രസ്വചിത്രം അല്ലെങ്കിൽ ഡോക്യുമെന്ററി എന്നതല്ല, അതിനപ്പുറം മാനുഷികവും മാനസികവുമായ പിരിമുറുക്കങ്ങളെ പ്രവാസി സമൂഹം എങ്ങനെ കാണുന്നുവെന്നതാണ് പ്രവാസി സിനിമയുടെ ഉദ്ദേശ ലക്ഷ്യം. ഒറ്റപ്പെടലിന്റെ ചില വിതുമ്പലുകളാണ് പല ഹ്രസ്വ സിനിമകളും. നനഞ്ഞ കളിമണ്ണ് പുരണ്ട ഒരു കുഞ്ഞുവിരൽ സ്വപ്നത്തിലൂടെ നീണ്ടുവന്ന് നിരന്തരം ഉറക്കിനെ ഭേദിക്കുക. ഉണർന്നു കഴിഞ്ഞാലും ആ സ്പർശത്തിന്റെ കുഞ്ഞു തണുപ്പ് കവിളിൽ അവശേഷിക്കുക. പിന്നെ ആരാണ് തന്നെ ഇങ്ങനെ വന്നു തൊടുന്നത് എന്ന ആലോചനയിൽ നേരം വെളുപ്പിക്കുക. പിന്നീട് ആ അന്വേഷണത്തിലൂടെ ഒരു കുഞ്ഞു സിനിമ പിറക്കുക. അതാണ് സീതാരാജ് സംവിധാനം ചെയ്ത ക്ലേ എന്ന സിനിമയുടെ പിന്നൊരുക്കം. ആദി കാണിച്ചേ, എന്താ ഇത്? ക്ലേ. ക്ലേയോ? ഈ കയ്യിലോ? തുറന്നു കാണിച്ചേ. എത്ര പ്രാവശ്യം നിന്നോട് പറയുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുതെന്ന്? എത്ര പറഞ്ഞാലും അനുസരണല്ലേ? കൈ കഴുക്. നീ കഴിക്ക്. മൂത്തതിനെ കൊണ്ട് എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ലായിരുന്നു. ഇതിനെ കൊണ്ടില്ലാത്ത ബുദ്ധിമുട്ടില്ല. എനിക്ക് നിങ്ങളെ പോലെ ഓഫീസിൽ പോകാനുള്ളതല്ലേ. എന്റെ കാര്യമൊന്നും ആരും ചിന്തിക്കണ്ട. ക്ലേ എന്ന സിനിമ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്, നമ്മൾ തിരിച്ചറിയാതെപ്പെടാതെ പോകുന്ന കുഞ്ഞുങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെ ഇടയിൽ, നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട്. അവർക്ക് ഒരുപാട് അഭിരുചികളുണ്ട്, വ്യത്യസ്തമായ അഭിരുചികളുള്ള കുട്ടികളാണ്. അവരെ നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ഒരു കുഞ്ഞിൽ തന്നെ എത്ര കുഞ്ഞുങ്ങളുണ്ടെന്ന് കണ്ടെത്തി, ആ ഒരു കുഞ്ഞിൽ തന്നെ എത്ര ഭൂഖണ്ഡങ്ങളുണ്ടെന്ന് കണ്ടെത്തി, അതിലേറ്റവും ശക്തനായ കുഞ്ഞിനെ കണ്ടെത്തി വളർത്തിക്കൊണ്ട് വരുന്നതാണ് നമുക്ക് അവരോട് ചെയ്യാവുന്ന ഉദാത്ത നീതി എന്നതാണ് ഈ ക്ലേ എന്ന് പറയുന്ന സിനിമ ഉന്നയിക്കുന്ന കഥാപരിസരം. ഏതൊരു കലാസൃഷ്ടിയും ആദ്യം പിറവിയെടുക്കുന്നത് അത് സൃഷ്ടിക്കുന്നവരുടെ മനസ്സിൽ തന്നെയാണ്. എങ്ങനെയാണ് ഒരു പ്രമേയം കലാരൂപമാക്കി മാറ്റുന്നത് എന്നതുപോലെ തന്നെ എന്താണ് സ്വന്തമായി പറയാനുള്ളത് എന്നതും പ്രധാനമാണ്. അത് വലിയ പ്രമേയം ആവണമെന്നില്ല. ചെറിയ മുഹൂർത്തങ്ങൾ, സന്ദർഭങ്ങൾ, സാമീപ്യങ്ങൾ, ഇതിലേതെങ്കിലും ഒരു ഘടകത്തിൽ തൊട്ടാൽ മതി, അത് കലാരൂപമായി പിറവിയെടുക്കുന്നു. കുവൈറ്റിൽ വെച്ച് നടന്ന നോട്ടം ഫിലിം ഫെസ്റ്റിവലിൽ സീത എന്ന പ്രവാസി വീട്ടമ്മ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം എന്നിവ നിർവഹിച്ച ക്ലേ എന്ന ആദ്യ ഹ്രസ്വചിത്രം മികച്ച ജനപ്രിയ സിനിമ, മികച്ച നടി, മികച്ച ബാലതാരം എന്നിങ്ങനെ 3 പ്രധാന അവാർഡുകൾ കരസ്ഥമാക്കി. ഒരു പ്രേക്ഷക എന്നതിനപ്പുറം ചലച്ചിത്ര കലയുടെ ബാലപാഠങ്ങൾ ഒന്നും അറിയാതെയാണ് ആലപ്പുഴ സ്വദേശിയായ സീതാരാജ് എന്ന പ്രവാസി വനിത ക്ലേ എന്ന സിനിമ ഒരുക്കിയത്. ക്ലേയുടെ ഒരു പോസിറ്റീവായിട്ടുള്ള ഘടകം, നമുക്കതിൽ ഏറ്റവും നല്ല അഭിനേതാക്കളെ 2 പേരെ എനിക്ക് പങ്കെടുപ്പിക്കാൻ പറ്റി. വളരെ തന്മയത്വമുള്ള അഭിനയമാണ് അമാനി എന്ന് പറയുന്ന കുഞ്ഞ് കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ അമ്മയായി അഭിനയിച്ച സന്ധ്യയും അത് തന്നെ. അവർക്ക് 2 പേർക്കും അർഹിക്കുന്ന അംഗീകാരം, മികച്ച നടിക്കുള്ളതും മികച്ച ബാലതാരത്തിനുമുള്ള അംഗീകാരം കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. സിനിമ എന്ന കലാസൃഷ്ടിയുടെ പ്രത്യേകത അത് പ്രേക്ഷകരോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്നതാണ്. മറ്റേത് കലാരൂപത്തെക്കാളും നമുക്ക് അടുത്ത് വെച്ച് തന്നെ സിനിമയെ മനസ്സുകൊണ്ട് സ്പർശിക്കാനാവും. കാരണം സിനിമ മനസ്സിലേക്കാണ് ആദ്യം കയറി വരുന്നത്. അതുകൊണ്ടാണ് കലാരൂപങ്ങളിൽ വെച്ച് സിനിമ പ്രേക്ഷകരെ വല്ലാതെ സ്പർശിക്കുന്നത്. വ്യക്തി ജീവിതത്തെ പോലും സ്വാധീനിക്കുന്ന വിധത്തിൽ ജീവിത ശൈലിയെയും പെരുമാറ്റത്തെയും സിനിമ സ്വാധീനിക്കുന്നു. ഇതേ ചിത്രത്തിലെ അഭിനയത്തിന് സന്ധ്യ, ഷിജിത്ത്, അമാനി, അസ്മ എന്നിവർക്ക് മികച്ച നടി, മികച്ച ബാലതാരം എന്നീ പുരസ്കാരങ്ങളും ലഭിച്ചു. കളിപ്പാട്ടങ്ങളെക്കാൾ കളിമണ്ണിനെ ഇഷ്ടപ്പെടുന്ന ആദി എന്ന കൊച്ചുകുട്ടിയുടെ കഥയാണ് ക്ലേ എന്ന സിനിമയുടെ പ്രമേയം. മക്കളുടെ അഭിരുചികൾ മനസ്സിലാക്കാത്ത രക്ഷിതാക്കൾക്ക് നേരെയാണ് ഈ സിനിമ വിരൽ ചൂണ്ടുന്നത്. സ്വന്തം വീടും കുടുംബവും തന്നെയാണ് തന്റെ സിനിമയുടെ പശ്ചാത്തലമായി സീത സ്വീകരിച്ചത്. ഭർത്താവ് അജിത്തും മൂത്ത മകൾ ഐശ്വര്യയും ചിത്രത്തിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. നിലവിളിക്കുന്നവർക്കും മുറിവേറ്റവർക്കും കൂടെയാണ് ഞാൻ എന്നും. ഒരു സമൂഹജീവി എന്ന നിലയിൽ അത് എനിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സ്വയം ചികിത്സ കൂടിയാണ്. വൈവിധ്യങ്ങളുടെ നിറക്കൂട്ടാണ് പ്രവാസി സമൂഹത്തിലെ സാംസ്കാരിക രൂപങ്ങൾ. കേരളത്തിന്റെ ഒരു നേർമുഖം തന്നെയാണ് ഗൾഫ് രാജ്യങ്ങളിൽ പ്രകടമാവുന്നത്. വ്യത്യസ്ത ദൃശ്യ കലാരൂപങ്ങളുടെ തനിമയാർന്ന അവതരണങ്ങൾ. ആ കലാരൂപങ്ങളിൽ ഒന്നാണ് കണ്യാർ കളികാലം. പഴയ നാടോടി കലാരൂപത്തിന്റെ ഇമ്പമാർന്ന ശീലുകളെ മനസ്സിൽ താലോലിക്കുന്ന പാലക്കാട്ടുകാരായ UAE പ്രവാസികൾ അവതരിപ്പിച്ച കണ്യാർ കളികാലം ഹൃദ്യമായ അനുഭവമായി മാറി.
UAE-യിൽ വീണ്ടും കണ്യാർ കളികാലം. കണ്യാർ കളി എന്ന പ്രാചീന നാടോടി കലാരൂപത്തിന്റെ ഇമ്പമാർന്ന ശീലുകളെ മനസ്സിൽ താലോലിക്കുന്ന പാലക്കാട്ടുകാരായ UAE പ്രവാസികൾ ഗൃഹാതുര സ്മരണകളോടെ അത് കാണുകയായിരുന്നു. ഈന്തയും കുരുത്തോലയും കൊണ്ട് അലങ്കൃതമായ പന്തലിൽ വിവിധ ദേശങ്ങളുടെ പെരുമ പാടിക്കൊണ്ട് വേഷ മഹിമകളുടെ പുറാട്ടുകൾ ചെണ്ടയുടെ ആസുരവും അനാസരവുമായ വാദ്യ പ്രയോഗങ്ങൾക്കൊപ്പം ചുവടുകൾ വെച്ചു. കാലത്തെ വെല്ലുന്ന കലയുടെ ഇടത്തളമുയർത്തി ചേങ്ങിലയും ഇലത്താളവും മനസ്സിൽ അനുരണനങ്ങൾ ഉണർത്തി. പന്തൽ സ്ഥായിയിൽ കളിപ്പാട്ടിൻ്റെ ആരോഹണ അവരോഹണങ്ങൾ തനിമയുടെ നാട്ടുസംഗീതത്തിൽ ആറാടിച്ചു. നിത്യജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിലും കലാസാംസ്കാരിക ജീവിതത്തിൻ്റെ ഹൃദയ സ്പന്ദനങ്ങളാണിത്. കണ്യാർ കളി പോലെയും ഉള്ള ഒട്ടേറെ നാടൻ കലാരൂപങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കയറി വരുന്നു. നാട്ടിലെ കലാസാംസ്കാരിക ജീവിത സന്ദർഭങ്ങളെ ഓർമ്മയിലെത്തിക്കുകയാണ്. നഗര ജീവിതത്തിൻ്റെ വേഗതയാർന്ന ഓട്ടത്തിനിടയിലും ജീവിതത്തിൻ്റെ നനുത്ത സ്പർശാനുഭവമായി ഓരോ കലാരൂപവും മാറുകയാണ്. ഉപജീവനത്തിന്റെ ബദ്ധപ്പാടുകൾക്കിടയിൽ അതിജീവനത്തിന്റെ വ്യഗ്രതകൾക്കിടയിൽ ജീവനകലയുടെ ഉൾത്തുടുപ്പുകൾ. വിസ്മൃതിയിൽ ആണ്ടുകൊണ്ടിരിക്കുന്ന ശുദ്ധമായ ഈ ഗ്രാമ്യ കലയുടെ ആവിഷ്കാരത്തിനായി ഒരുക്കപ്പെടുന്ന കളിയുടെ നാട്ടരങ്ങ്. പാലക്കാട് ജില്ലയിലെ 15ഓളം ദേശങ്ങളെ പ്രതിനിധീകരിച്ച് അരങ്ങേറ്റം നടന്നു. വ്യത്യസ്തങ്ങളായ പൊറാട്ട് വേഷങ്ങൾ, നാട്ടിൽ നിന്നും എത്തിയ പ്രശസ്തരായ ആശാന്മാരുടെയും കളിക്കാരുടെയും പങ്കാളിത്തം എന്നിവ കൊണ്ട് സജീവമായി. ഒരു കഥാപാത്രം മാത്രം രംഗത്ത് വന്ന് അവതരിപ്പിക്കുന്ന ഒറ്റപ്പുറാട്ട്, ഒന്നിലധികം പേര് അരങ്ങത്ത് വരുന്ന കൂട്ടുപുറാട്ട്, സ്ത്രീപ്രധാനമായ പെൺപുറാട്ട് എന്നിങ്ങനെ പുറാട്ടിനെ വിഭജിച്ചിട്ടുണ്ട്. പുറാട്ടിലെ ഭാഷ തമിഴ് വഴക്കം പ്രകടമാക്കുന്നതിനാൽ കണ്യാർ കളി തമിഴ് വഴിയാണെന്ന വാദവുമുണ്ട്. എന്നാൽ പുറാട്ടുകളിൽ വരുന്ന കഥാപാത്രങ്ങൾ തമിഴ് ജാതികളായതിനാൽ അവരുടെ ഭാഷ വഴക്കം അതിൽ പ്രകടമായെന്നും കരുതുന്നുണ്ട്. മാത്രമല്ല, അനുഷ്ഠാന പ്രാമുഖ്യമുള്ള വട്ടക്കളി പാട്ടുകൾ പ്രധാനമായും മലയാളത്തിലായതുകൊണ്ട് കണ്യാർ കളി തമിഴ് വഴക്കമുള്ളതാകാൻ വഴിയില്ല. ഭദ്രകാളി പ്രധാനമായ ആരാധനാ വഴക്കങ്ങളിൽ പ്രസക്തമാണ് കണ്യാർ കളി. ഗൾഫിൽ മഴയോ? ഇത് കഴിഞ്ഞ ആഴ്ച നാട്ടിൽ നിന്നും പലരും ഫോണിൽ ചോദിച്ച സംശയമാണ്. മരുഭൂമിയിൽ ഇടിയും മിന്നലും തണുപ്പും മഴയുമോ? റോഡിലെ മഴവെള്ളത്തിൽ മുങ്ങി ഓടിച്ച വാഹനങ്ങളുടെ ദൃശ്യങ്ങൾ. ഇവിടെ ഉള്ളവർക്കും സംശയം, കാലാവസ്ഥാ വ്യതിയാനം ഇങ്ങനെയോ? പ്രവാസികളെ പ്രത്യേകിച്ച് കുളിർമയിലും എത്തിച്ച ഗൾഫിലെ മഴയെക്കുറിച്ചുള്ള റിപ്പോർട്ട്. നമ്മുടെ നാട്ടിലെ ഒരു മഴക്കാലത്തിന് സമാനമായ പ്രതീതിയായിരുന്നു കഴിഞ്ഞ ആഴ്ച UAE-യിലും ഒമാനിലും കോരിച്ചൊരിയുന്ന മഴ. മരുഭൂമികളിൽ പോലും നീർച്ചാലുകൾ സൃഷ്ടിച്ചായിരുന്നു മഴ തിമിർത്തു പെയ്തത്. റോഡുകളെല്ലാം തോടായി മാറി. UAE-യിൽ മഴ പൊതുവെ നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ചില്ല. എന്നാൽ ഒമാനിൽ മഴ കനത്ത നാശം വിതച്ചു. വാദികൾ നിറഞ്ഞൊഴുകി. വാഹനാപകടങ്ങൾ നിരവധിയായിരുന്നു. 8 ജീവനുകളാണ് മഴയെ തുടർന്നുണ്ടായ അപകടങ്ങളിൽ പൊലിഞ്ഞത്. UAE-യിൽ അബുദാബിയിലും അലൈനിലുമാണ് മഴ ശക്തമായത്. റോഡുകൾ നിറഞ്ഞൊഴുകി. അബുദാബി വിമാനത്താവളത്തിന്റെ പ്രവർത്തനം ഭാഗികമായി നിലച്ചു. ശക്തമായ കാറ്റായിരുന്നു എങ്ങും. പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടു.
വല്ലപ്പോഴും എത്തുന്ന മഴയെ ആഘോഷമാക്കിയവരും ഏറെയായിരുന്നു. മരുഭൂമിയെ തണുപ്പിച്ച് മഴ ആർത്തു പെയ്തു. മഴ മൂലം പലയിടത്തും വെള്ളക്കെട്ടുകൾ രൂപം കൊണ്ടു. ഗതാഗത തടസ്സങ്ങൾ ഏറെയായിരുന്നു. പലയിടങ്ങളിലും വാഹനങ്ങൾ തിരിച്ചുവിട്ടു. പ്രധാന റോഡുകളിൽ മണിക്കൂറുകളോളം വാഹനങ്ങൾ കുടുങ്ങിക്കിടന്നു. UAEയിൽ സ്കൂളുകൾക്ക് വ്യാഴാഴ്ച അവധി നൽകിയിരുന്നു. ഓഫീസുകളിൽ ഹാജർ നില നന്നെ കുറവായിരുന്നു. റോഡുകളിലെ കനത്ത വെള്ളക്കെട്ട് വാഹനഗതാഗതം തടസ്സപ്പെടുത്തി. വെള്ളം കയറി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. വഴിയിൽ കുടുങ്ങിയ വാഹനങ്ങളും നിരവധിയായിരുന്നു. പലർക്കും മഴ ഒരു ആഘോഷമായിരുന്നു. നമ്മുടെ നാട്ടിലെ ഒരു മഴക്കാലം ഇങ്ങ് ഈ മരുഭൂമിയിലെത്തിയ സന്തോഷത്തിലായിരുന്നു പ്രവാസി മലയാളികൾ. കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് മെയ് 16 നടക്കുകയാണ്. അടുത്ത 5 വർഷം കേരളം ആര് ഭരിക്കണം എന്ന ജനഹിത പരിശോധന. ഗൾഫ് പ്രവാസി സമൂഹം ഈ തെരഞ്ഞെടുപ്പിനെ വളരെ താല്പര്യത്തോടെയാണ് കാണുന്നത്. ഗൾഫ് രാജ്യങ്ങളിലെ 30 ലക്ഷത്തോളം വരുന്ന പ്രവാസി മലയാളികൾക്ക് തങ്ങളുടെ സ്വന്തം നാട്ടിലെ ഭരണമാറ്റത്തിൽ ഏറെ ആകാംക്ഷ ഉണ്ടാവുന്നത് സ്വാഭാവികം. കഴിഞ്ഞ കാലങ്ങളിൽ ഗൾഫ് പ്രവാസി സമൂഹത്തിന് ഗുണകരമായ നിലയിൽ പ്രവർത്തിച്ചത് ഏത് ഗവൺമെന്റാണ് എന്നത് പരിശോധിക്കപ്പെടുകയാണ്. കേവലമായ പ്രഖ്യാപനങ്ങൾക്കും അതിമോഹ വാഗ്ദാനങ്ങൾക്കും അപ്പുറം യഥാർത്ഥ പ്രവാസി പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയമായ പരിഹാരം അത് ആര് ചെയ്തു എന്നത് പരമപ്രധാനമാണ്. കേവലമായ രാഷ്ട്രീയ ആവേശമല്ല, ശക്തമായ രാഷ്ട്രീയ സമീപനം. അതാണ് യഥാർത്ഥ ഭരണരീതി. ലുലു ഗൾഫ് ഫോക്കസ് അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമസ്കാരം.